തങ്കം 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 എന്തായാലും പാലായാലും കർത്താവ് ക്ലീറ്റസിനൊപ്പം ആണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഒന്നുമില്ല, ഒരേ സമയം സന്തോഷവും സങ്കടവും വരാൻ പോണ ഒരു കാര്യം ക്ലീറ്റോ പറയാൻ പോവുകയാണ്. അത് പറയുമ്പോ ക്ലീറ്റോയ്ക്ക് ഭയങ്കര സന്തോഷമാവും, പക്ഷെ അത് കേൾക്കുമ്പോ എവക്ക് ഇച്ചിരി സങ്കടം ഉണ്ടാവും. നിന്റെ കെട്ടിയാനുണ്ടല്ലോ 8ന്റെ പണി കിട്ടി. ഒരു പ്രതിയെ കൊണ്ട് കോടതി പോയപ്പോ പ്രതി കൈയും വെട്ടി ഓടിപ്പോയി. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, അത് പറയുമ്പോ എനിക്ക് സന്തോഷം തന്നെയാണ്. അവിടെ എല്ലാരും പറഞ്ഞു, ടിവിയിൽ ന്യൂസ് വന്നു തുടങ്ങി. അയ്യോ, അത് പ്രതിയെ കൊണ്ട് അളിയനല്ലേ പോയതല്ലേ, ഞാനല്ലല്ലേ കൊണ്ടുപോയത്. നിങ്ങൾ ഒന്ന് വിളിച്ചു നോക്കി. ഇനിയിപ്പോ ഞാൻ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, കർത്താവിനെ വിളിച്ചിട്ട് കാര്യമില്ല. ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു. അയ്യോ അളിയനിന് എന്ത് പറ്റാൻ. അയ്യോ അതെ, സർക്കാർ ഇന്ന് ശമ്പളം വാങ്ങിച്ചാ പോരാ, ആ ജോലി ചെയ്യുന്നതിനോട് ഒത്തിരി ഉത്തരവാദിത്തം വേണം. എന്തടി ഞാൻ പറയൂടി, എനിക്ക് അത്ര പറയാനുണ്ടടി. അത്രക്കല്ലേ ഈ ആളി എന്നെ വേദനിപ്പിച്ചത്. എങ്ങനെ ജോലിയൊക്കെ നോക്കും, കുടുംബത്തിൽ വന്നു കയറിയവർ എങ്ങനെ ഇവിടുന്ന് പറഞ്ഞേക്കാന്നുള്ളതാണല്ലോ അളിയന്റെ ചിന്ത. നിനക്ക് ഇതിലും വലുത് പരിപാടിയാ. പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, കർത്താവ് ഇപ്പൊ ഇത്രയും കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയി. പോയത് എന്റെ കയ്യിൽ നിന്നാണെങ്കിൽ പിടിക്കാനും എനിക്കറിയാം. പിന്നെ അളിയൻ വല്ല തുമ്പിയും പിടിക്കേ ഉള്ളൂ. നീ ഇവിടെ കിടന്ന് കുരക്കണ പോലെ അല്ല പോലീസ് പണി. പിന്നെ പോലീസ് പണി എന്താണെന്ന് ഞങ്ങളിപ്പോ കണ്ട്. അളിയാ, എന്റെ കയ്യിൽ അവൻ ആ പ്രതി എന്റെ മുമ്പിൽ വന്ന് വെട്ടാണ്ടല്ലോ, അവനെ ഇനി ഒരിക്കലും അളിയന്റെ കണ്ണുവെട്ടത്ത് വരാതിരി അവനെ ഞാൻ ഒളിപ്പിക്കും. എന്നാ പിന്നെ നിന്റെയും അവന്റെയും ശവം ഞാൻ എടുക്കും. ഞാൻ പിന്നെ ചിലപ്പോഴേ എടുക്കൂ. ഇനിയിപ്പോ അളിയൻ അടുത്തത് വേണ്ട, ജോലിന്ന് ഡിസ്മിസൽ വരും. ഡിസ്മിസ് വരണം, വന്നാലും നിന്റെ ഈ സന്തോഷം ഉണ്ടല്ലോ നിന്റെ പെങ്ങളെ കണ്ണീരായിട്ട് മാറും. അകത്തോട്ട് പോണെങ്കിൽ എനിക്ക് ജോലി വേണം, അല്ലാണ്ട് നിന്നെ പോലെ വീട്ടിനകത്ത് കയറി വെറുതെ തിന്നുള്ള ആളല്ല ഞാൻ. എന്റെ പെങ്ങളെയും പിള്ളേരെ നോക്കാനുള്ളത് എന്റെ അപ്പച്ചൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, നമ്മൾ ചുമ്മാ അവിടെ നിൽക്കുകയല്ലേ. ആയിക്കോട്ടെ, അത് ഞാൻ നിക്കണ കാര്യം. ഇതൊക്കെ അളിയൻ ഇതല്ലാണല്ലോ ചിന്ത. ആവശ്യമില്ലാത്ത കാര്യം വിളിച്ചിട്ട് പോ. സങ്കടം വരുമ്പോഴാണ് അഹങ്കാരി, ഒത്തിരി അഹങ്കാരം കൂടുതലല്ലേ ഈ കണ്ടിക്ക്. ആപത്ത് സമയത്താണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോഴാണ് ഇവിടെ പറയാൻ. ഇവനൊക്കെ ഉണ്ടല്ലോ ബോധം പറഞ്ഞു. ആ മനുഷ്യന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെങ്ങളാ, അത് ഓർത്തോ. അതൊക്കെ ശരിയാ, എന്റെ പെങ്ങളാന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ ഈ സന്തോഷം ഞാൻ എങ്ങനെ എന്നെ പൊക്കണ്ടേ റോട്ടിലോട്ട് ഇറങ്ങിച്ചല്ലേ, എന്നിട്ട് അവിടെ നിന്ന് അട്ടഹസിക്കുക അയ്യോ എന്ന് പറഞ്ഞു. ഇനി ഇവ യൂണിഫോം അല്ലാതെ അങ്ങനെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് റബ്ബർ വെട്ട ഒരാളായി. സർക്കാരിൽ നിന്ന് പറഞ്ഞു വിട്ട ഒരു റബ്ബർ വെട്ട. ഞാനേ ഈ സന്തോഷം ഒന്ന് ജംഗ്ഷനിൽ പോയി ആഘോഷിച്ചിട്ട് ഇതാ വരുന്നു. ഹലോ, എന്തേ പൗലോസ് അളിയന്റെ കയ്യിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടു പോയാലും നീ എന്തിനത്ര സന്തോഷിക്കണത്? അതേന്നാ, അതിന് നീ ഇത്ര സന്തോഷിക്കാൻ എന്താന്ന്? എടോ, അയാളുടെ ജോലിയിൽ ഒരു വീഴ്ച പറ്റിയതല്ലേ, എല്ലാരും വിളിച്ച് പറയണ്ടെന്നാ? ഇതെന്ത് കാര്യത്തിനെന്ന്? എൻ്റെ പൊന്നളിയാ, നീ അവിടെ എന്തിനാ പോയത്? നീ ആദ്യം പോയ കാര്യം സാധിച്ചെടുക്കാൻ നോക്ക്. എടാ, ഞാൻ പറയണ അങ്ങോട്ട് കേൾക്കന്ന്. നീ ആ സ്വത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് അതിനൊരു തീർപ്പുണ്ടാക്കാൻ നോക്ക്. അതല്ലേ വേണ്ടത്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കണം എന്തിനാണ്? അതെന്തായി? ഇതൊക്കെ തന്നെ ഞാൻ പറയണത്. എടാ, നീ സംസാരിക്കുന്ന പുള്ളിയുടെ അടുത്ത്. ഹലോ കട്ട് ചെയ്തു. ക്ലീറ്റസ് അല്ലാതാരാണ്? അത് ശരി, എന്താണ് അവന്റെ മറ്റേ പൗലോസ് അളിയല്ലേ, അയാളുടെ കയ്യിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടു പോയി ഇത്രേ. അതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അതിപ്പോ എല്ലാരും വിളിച്ച് പറയാണ് ഭയങ്കര സന്തോഷത്തില്. ഇവനെ കേട്ടോന് ഈ കാക്കിട്ടവരെ കണ്ടുകൂടെന്നു. അതാ ഞാനും പറഞ്ഞു, എന്ത് കാര്യത്തിനെന്ന്. ഇവനെ ഒരു കാര്യത്തിന് പറഞ്ഞാച്ചാ അങ്ങോട്ട്, അത് ഇതുവരെ അതിനോട് തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. അതെന്താ ഇപ്പൊ? ആർക്കറിയാം. ഇവള് സംസാരിച്ചിട്ടില്ലാന്ന്, അയാളോട് സംസാരിക്കാൻ പറ്റണില്ലാന്ന്. അത് ശരി, ഇനി ഇവൻ ഇങ്ങോട്ട് വരുമോ? പിന്നെ വരാതെ. ഇവനില്ലാത്തോണ്ട് ഇപ്പൊ തലക്ക് വെളിവുണ്ടായി ഇവിടെ അല്ലേ? അല്ല, എന്താണ് ഇവന്റെ മനസ്സിൽ? എനിക്ക് മനസ്സിലാവണില്ല. നീ അവിടെ പോയിട്ട് എന്തായി? അപ്പൊ അവിടെ പോയെന്ന്? ഞാൻ പോയെന്ന് അവിടൊക്കെ ആകെ അലമ്പാണ്. കാരണം ഇവ ഒന്ന് പറയും, അയാൾ വേറെ ഒന്ന് പറയും. ഇവർ രണ്ടും കൂടെ ഒരു കണ്ടത്തിൽ ചേരൂല. എങ്ങനെയെങ്കിലും സോപ്പിട്ട് പിടിച്ചിട്ട് ആ സംഗതി സാധിച്ചെടുക്കണ്ടേ. ഈ മരം കൂടെ വെറുതെ അവിടെ ചെന്ന് യുദ്ധമാണ്.
ഇവിടെ യുദ്ധം തന്നെയാണ്. ക്ലീറ്റസേ, അതെ നീ എന്താ കട്ട് ചെയ്തത്? നീ ഫോൺ കട്ട് ചെയ്ത് എന്താന്ന്? നീ ആദ്യം അളിയനോട് ചെന്ന് സംസാരിക്കടാ. ഇപ്പൊ പോയിട്ട് എത്ര ദിവസമായി? എന്ത്? നീ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു പറഞ്ഞതിന് പിന്നെ നിന്റെ ഫോൺ ഞാൻ ചാർജ് ചെയ്യണ? എനിക്ക് വേറെ പണിയില്ല. ചാർജ് ചെയ്ത് കൊടുക്കാനാ? അവൻ്റെ ഫോണ് ചാർജ് മറ്റേ ഇത് തീർന്നു പോയി, അതുകൊണ്ട് എന്നോട് ചാർജ് ചെയ്ത് കൊടുക്കാൻ. ഈ വിവരം നാട്ടുകാരെ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടേ. ഇവനൊരു അത് ചക്ക വളഞ്ഞ പോലെയല്ല, തൊട്ടപ്പോട്ടു. എനിക്കറിയാം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യവും നിന്നോട് പറയാൻ പറ്റും. ഇത് അന്വേഷണം സംബന്ധിച്ച് ഞാൻ ശരിക്കും അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ ഈ സർവീസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കള്ളൻ്റെ കയ്യിൽ നിന്ന് പോകണം. അല്ല നമ്മുടെ ജോലിയുടെ കാര്യത്തിന് എന്തെങ്കിലും ജോലിൻ്റെ കാര്യം ബാധിക്കാതിരിക്കില്ലല്ലോ. കാരണം ഒരു കൃത്യവിലോപം കാണിച്ചെന്നല്ലേ സർക്കാർ പറയുള്ളൂ. ശ്രദ്ധിക്കാൻ 100 കൂട്ടം ടെൻഷനില്ല. നിനക്കെന്താ ഒന്നും അറിയാൻ പാടില്ലാത്തതുപോലെ സംസാരിക്കും. ഒന്നത് ഇതിനകത്തോട്ട് കയറി വന്ന വല്ല സമാധാനമുണ്ടോ? മനസ്സിനൊരു സുഖമുണ്ടോ? ഒരു നിന്റെ വീട്ടുകാരുടെ പ്രശ്നങ്ങളും മറ്റും കൊണ്ട് ഞാൻ തന്നെ കിടന്ന് വെള്ളം കുടിക്കുന്നു. ഇതിപ്പോൾ എന്തായി? എല്ലാവരും വെള്ളം കുടിക്കുന്ന കേട്ടായി. അല്ല ഇച്ചാൻ എന്താ പറയണേ? ഇച്ചാൻ ചെയ്ത കുറ്റത്തിന് എന്റെ വീട്ടുകാരെ എന്തിനാ കുറ്റം പറയണേ? ഈ തീ തിന്നുന്ന ഈ നേരത്തും നീ നിന്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതെനിക്കറിയാം. അച്ചാൻ ശ്രദ്ധിക്കാത്ത കാര്യത്തിന് എന്റെ ആൾക്കാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എടി ഇന്ന് വരെ സംഭവിച്ചത് നിനക്കറിയാം. ഞാൻ അയാളെ കൊണ്ടും കൂടെ വരുമ്പോൾ നമ്മുടെ ഈ ജംഗ്ഷൻ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ ഇവന് കൈ തട്ടി ഓടി. ഞാൻ ചാടലും ഒരു ലോറി വന്നു. അല്ല അത് ആരുടെ കുഴപ്പാ? ആരുടെ കുഴപ്പാ? അല്ല അത് എൻ്റെ കുഴപ്പമാണ്. ലോറി വരാൻ പാടില്ലായിരുന്നു. നീ എന്ത് മണ്ണ് വീട്ടുകാരും പറഞ്ഞു. ശബ്ദം കൊണ്ട് എന്ത് ശബ്ദം? ഞാൻ കേട്ടില്ലല്ലോ. ഇല്ലേ? ഉണ്ടോ? ഇത് വല്ല പൂച്ചയോ മരപ്പെട്ടി എന്തെങ്കിലൊക്കെ ആയിരിക്കും. മരപ്പെട്ടി ഇതെന്താ? അയ്യോ എന്റെ കർത്താവേ, ഒരു മരപ്പൊട്ടി കളിയാ. ഒരു മരപ്പൊട്ടി എവിടെ? മേളില് ഏതാണ്ട് അപ്പൊ ഒരു അളിയൻ അല്ല എന്റെ അത്രയും പേര്. അത്രയും പേര് ആളിയ. ഞാൻ കുറെ ദിവസം ഭയങ്കര ഒച്ചയും ബഹളവും കേൾക്കുന്നു. ഞാനും കേട്ടെ. അങ്ങനെ നോക്കണമെന്ന് പറയുന്നത് സംഭവം ഇതല്ലേ. പിടിച്ചില്ല എന്ന് പറഞ്ഞത് ഒറ്റ മുങ്ങലത്. വാലിന് പിടി കിട്ടിയതാ, പക്ഷെ ഓടിക്കളഞ്ഞു. പണ്ടുണ്ടല്ലോ കളിയാ. നമ്മളെ കുട്ടിനാളില് അപ്പച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് എണ്ണത്തിന് പിടിച്ചിട്ടുണ്ട് എന്റെ മേളിൽ നിന്ന്. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ അവനെ വീഴൂല, പിടിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഫ്രൈ ചെയ്യാം നമുക്ക്. ഫ്രൈ എല്ലാം ചെയ്തോളിയാ. പക്ഷെ പുറത്ത് പറയണ്ട, അളിയനകത്താവും. ഇത് ഭയങ്കര തെറ്റാണിത്. വന്യമൃഗ സംരക്ഷണ നിയമം അനുസരിച്ച് ചിലപ്പോൾ അളിയൻ എണ്ണണ്ട വരും. എന്നല്ലേ? എന്നാ പിന്നെ വേണ്ട, പൊക്കോട്ടെ പാവം. എങ്ങോട്ടാളിയാ പോയത്? അത് പുറത്തു പോയി. Alien versus Alien.